ബാർക്കോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുനന് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. വെള്ളിയാഴ്ച ജവഹർ നഗർ ഓഫീസിൽ എത്തണമെന്നാണ് നിർദ്ദേശം. ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അഡ്മിനാണ് അർജുൻ രാധാകൃഷ്ണനെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. വി വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, എന്തൊക്കെ വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ച് തേടുന്നത്? പാർവതി, രണ്ടാം ബാർക്കോഴ വിവാദത്തിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ ബന്ധം വരികയാണ്. ഇതിപ്പോൾ പണം ചോദിച്ചത് സർക്കാരാണ്. എക്സൈസ് വകുപ്പും ടൂറിസം വകുപ്പും പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അർജുൻ രാധാകൃഷ്ണന്റെ പേര് കൂടി ഇതിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കിയിലെ ജില്ല കേന്ദ്രീകരിച്ചുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ അർജുൻ ഇതിന്റെ അഡ്മിനായിരുന്നു. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ അഡ്മിനായിരുന്നോ എന്ന് വ്യക്തമല്ല. ഈ ഗ്രൂപ്പിൽ എന്തായിരുന്നാലും അർജുനുണ്ട്. ബന്ധുവിന്റെ ബാറുമായി ബന്ധപ്പെട്ടാണ് അർജുൻ ഈ ഗ്രൂപ്പിൽ എത്തുന്നത്. അർജുൻ അഡ്മിനായ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൽ പണപ്പിരിവിനുള്ള ആഹ്വാനം ഉണ്ടായി എന്ന സൂചനകൾ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആദ്യം നേരിട്ട് നോട്ടീസ് നൽകാൻ ശ്രമിച്ചെങ്കിലും നോട്ടീസ് കൈപ്പറ്റിയിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇമെയിലായാണ് നോട്ടീസ് അയച്ചത്. വെള്ളിയാഴ്ച ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും സഭയിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതിൽ പ്രധാനമായും ടൂറിസം വകുപ്പിനെയും മന്ത്രി റിയാസിനെയും ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ, അതായത് ലോ ആൻഡ് ഓർഡറിന്റെ യോഗവും ടൂറിസം വകുപ്പ് വിളിക്കുമോ എന്ന ചോദ്യമാണ്. എക്സൈസ് നയം രൂപീകരിക്കുന്നതിന് സ്റ്റേറ്റ് ഹോൾഡേഴ്സിന്റെ യോഗം എന്തിന് ടൂറിസം വകുപ്പ് വിളിച്ചു എന്നതാണ് ചോദ്യം. അവിടെയാണ് ഇപ്പോൾ അർജുൻ രാധാകൃഷ്ണൻ കൂടി ഈ കേസിന്റെ ഭാഗമായി എത്തുന്നത്. അർജുന്റെ മൊഴിയും നിർണായകമായിരിക്കും. ഇങ്ങനെ പണപ്പിരിവ് നടന്നു അല്ലെങ്കിൽ അതിനുള്ള ആഹ്വാനം ഉണ്ടായി എന്ന മൊഴി നൽകുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമോ, ഇത് വളരെ നിർണായകമാണ്. അർജുൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ പക്ഷേ അത് UDF വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. പറവതി. വിനോദ്, മറ്റൊരു കാര്യം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഒപ്പം ഭരണപക്ഷത്തോട് എങ്ങനെ പ്രതിരോധിക്കാനാകും സാധ്യത? ഇതുവരെ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഈ ഭരണപക്ഷം ഇനി ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഈ അർജുൻ രാധാകൃഷ്ണന്റെ വിഷയത്തിലും എടുക്കുന്ന നിലപാട്? കാരണം അർജുന്റെ മൊഴി തന്നെയാണ് പ്രധാനമാകാൻ പോകുന്നത്. ഇതിൽ പണപ്പിരിവിനുള്ള ആഹ്വാനം ഉണ്ടായി, അങ്ങനെ പ്രതിപക്ഷം പറഞ്ഞു പോകുമ്പോൾ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ മകൻ ആ ഗ്രൂപ്പിലുണ്ട്. അർജുൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ നിർണായകമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്കുള്ള പിരിവാണ് നടന്നതെന്ന് ഫെഡറേഷന്റെ നേതൃത്വം പറയുന്നുണ്ട്. ബാറുടമകളുടെ സംഘടനയുടെ നേതൃത്വം ഇത്രയും ദിവസം വിശദീകരിച്ചത് ആ നിലയിലാണ്. തിരുവനന്തപുരത്ത് ഒരു ആസ്ഥാന മന്ദിരം കെട്ടുന്നതിന് 6 കോടി രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും. ഏതാണ്ട് 4.5 കോടി രൂപയാണ് ഇതുവരെ പിരിക്കാനായത്. ബാക്കി വരുന്ന തുകയ്ക്ക് വേണ്ടിയുള്ള പിരിവ്, അതിനുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഘടകങ്ങൾക്ക് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അനിമോൻ തുക ചോദിച്ചു എന്നാണ് ഫെഡറേഷന്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ വ്യക്തമാക്കിയത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ സർക്കാരിലേക്കോ പണം നൽകുന്നതിന്, എക്സൈസ് നയത്തിൽ കൂടുതൽ ഇളവുകൾ ലഭിക്കുന്നതിന്, പ്രവർത്തന സമയം കൂട്ടുന്നതിന്, ഫ്രൈഡേ ഒഴിവാക്കുന്നതിന്, അതിനെല്ലാം അനുകൂലമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു നടപടി ഉണ്ടാകുന്നതിന് വേണ്ടി പണപ്പിരിവ് നടത്തി എന്ന തരത്തിൽ അർജുന്റെ ഭാഗത്ത് നിന്നൊരു മൊഴി ഉണ്ടായാൽ ഈ കേസ് അതിൽ വലിയ നിർണായകമായ ഒരു വഴിത്തിരിവായിരിക്കും. അതല്ല, അർജുൻ ഇതിൽ ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും UDF ഇപ്പോൾ എടുത്തിട്ടുള്ള മുനയൊടിയുന്നതായിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ. പാർവതി. വെള്ളിയാഴ്ചയാണ് അർജുനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്. ഇയാൾ ഹാജരാകാൻ സാധ്യതയുണ്ടോ? അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നേരിട്ട് നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമെയിലായി ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചിട്ടുള്ളത്. അർജുൻ ഹാജരാകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഹാജരാകുമോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേന വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടത്തുമോ എന്നതിൽ ഒരു വ്യക്തതയില്ല. പറയൂ. ബാർക്കോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുനന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരിക്കുന്നു. വെള്ളിയാഴ്ച ജവഹർ നഗർ ഓഫീസിൽ എത്തണമെന്നാണ് നിർദ്ദേശം. ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അർജുൻ രാധാകൃഷ്ണൻ ആയിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും വി വിനോദ്.